ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കളക്ഷൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ഓർഗൻഡി സാരീസ് ആണ്. ഓർഗൻഡി ഉടുക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ വീഡിയോ ആണ് ഇത്. വെച്ചാൽ ഇതിൻ്റെ അകത്ത് റെയർ കളർ കളക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഇതിനു മുമ്പ് ഞാൻ ഇത് ഗ്രേ ഷെയ്ഡൊന്നും കാണിച്ചിട്ടില്ല. ഗ്രേ ഷെയ്ഡുണ്ട്, ഓഷ്യൻ ബ്ലൂ അല്ലെങ്കിൽ ഓഷ്യൻ ഗ്രീൻ എന്ന് പറയുന്ന കളറുണ്ട്, പിങ്കും ചിക്കു ഷെയ്ഡും, അങ്ങനെ പാരറ്റ് ഗ്രീൻ കളറും ഉണ്ട്. അപ്പോൾ ആ ഷെയ്ഡ്സൊക്കെ ഇതിനു മുമ്പ് ഞാൻ കാണിക്കാത്ത ഷെയ്ഡ്സാണ്. അതിൻ്റെ അകത്തൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി ഡിസൈൻസുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഷാഡോ വർക്ക് ഡിസൈൻസ് ആണ്. അപ്പോൾ ഓർഗൻഡിയിൽ ഷാഡോ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അത് ഉടുത്താൽ അതിൽ ഏറെ ഭംഗിയാണ്. അപ്പോൾ അതൊക്കെ ഓരോന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്, ഡിഫറെൻറ്റ് കളേഴ്സും ആണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ എല്ലാം പുതിയ ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് കാണിക്കാത്ത ഡിസൈനുമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഓടിച്ചു കണ്ടു നോക്കാം. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം സിംഗിൾ പീസസ് ആണ്, റെഡി ഫോർ സെയിലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ആദ്യത്തെ സാരി തന്നെ നമുക്ക് ഒരു ഓഷ്യൻ ഗ്രീൻ കളർ സാരിയാണ്. നല്ല ബ്യൂട്ടിഫുൾ കളറാട്ടോ, എല്ലാവർക്കും ചേരുന്ന ഒരു ഷെയ്ഡാണ്. ഇപ്പം എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ഈ ഒരു ഷെയ്ഡ് ഒത്തുപോകുന്ന ഒരു ഷെയ്ഡാണ്. അതിൻ്റെ അകത്ത് നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ഒരു എംബ്രോയിഡറി ഡിസൈനുമാണ് ചെയ്തിരിക്കുന്നത്. ലാവൻഡറിൻ്റെ തന്നെ 2 ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സും. ഒരു റോസ് ഫ്ലവർ പോലെയാണ് അതിൻ്റെ അകത്ത്. പെറ്റലിൻ്റെ അകത്ത് സെൻറ്ററിൽ വരുന്നതിൽ ഡാർക്ക് ഷെയ്ഡും ചുറ്റുമുള്ളത് ലൈറ്റ് ഷെയ്ഡുമാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫ്ലവർ ബഡ് പോലെയുള്ള എടുത്ത് നമ്മളൊരു യെല്ലോ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്, മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് പോലെ. അതിൻ്റെ അകത്ത് പൂമ്പൊടിയായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്, ലാവൻഡറിൻ്റെ അല്ലെങ്കിൽ പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം. അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലീവ്സ് ആണെങ്കിൽ ലൈറ്റ് ഗ്രീൻ ലീവ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഷാഡോ വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫില്ലിംഗ് എല്ലാം ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ എൻ്റെ ബാക്കും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ട്. പിന്നെ റണ്ണിങ് പോർഷനിലാണ് വരുന്നത്. റണ്ണിങ് പോർഷനിൽ വന്നിട്ട് സിംഗിൾ ഡിസൈനാണ്, ഒരു ഫ്ലവർ മാത്രമേ ഉള്ളൂ റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് ചെസ്റ്റ് ഷോൾഡർ പ്ലീറ്റിലും ഇതുപോലെ തന്നെ 2 വലുതും ഒരു കുഞ്ഞതുമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവർ 2 പിന്നെ നടുക്ക് ഒരു കുഞ്ഞത്, റണ്ണിങ് പോർഷനിൽ കണ്ടുപോലത്തെ ഒരു കുഞ്ഞ് ഡിസൈനും. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈനാണ് സ്റ്റാൻഡിങ് പൊസിഷനിൽ നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും തയ്ച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത്. പല്ലൂയിൽ ഒരെണ്ണം, മുന്താണിയിൽ ഒരു സൈഡിലുള്ളൂ, മറ്റേ സൈഡിലില്ല കേട്ടോ. ഒരു സൈഡിൽ ഒരു ഡിസൈൻ, ഫ്രണ്ടിൽ 2 വലിയ ഡിസൈനും ഒരു കുഞ്ഞ് ഡിസൈനും, റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ, പിന്നെ കാലിൻ്റെ പോർഷനിലും ഒരു ഡിസൈൻ. ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൻ്റെ ബ്ലൗസോ അല്ലെങ്കിൽ ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിൻ്റെ ബ്ലൗസോ, അതും അല്ലെങ്കിൽ ഈ സെയിം കളർ ബ്ലൗസ് പീസ് ആണെങ്കിലും കുറച്ചും കൂടെ എടുപ്പ് കിട്ടുന്നത്. അങ്ങനത്തെ ബ്ലൗസ് പീസ് ഇട്ടേച്ചാൽ മതി. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2250 ആണ് ഇതിൻ്റെ റേറ്റ്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ഓർഗൻഡി മെറ്റീരിയലിനും നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് സാരിക്ക് ചെക്ക് കോട്ട സാരി അല്ലെങ്കിൽ സിൽക്കി കോട്ട സാരിയുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അടുത്ത് വന്നിട്ട് ഒരു ഗ്രേ കളർ സാരിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കളറാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കളർ ഓർഗൻഡി മെറ്റീരിയലിൽ കാണുന്നതും ചെയ്യുന്നതും. അപ്പോൾ ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ മുന്താണിയിൽ ഒരു ലോട്ടസ് ഫ്ലവർ ഡിസൈൻ പോലെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ലോട്ടസ് ആണ്. അതിൻ്റെ അകത്ത് ഡബിൾ ഷെയ്ഡ്, പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡും ഗ്രീൻ്റെയും ലൈറ്റ് ഗ്രീനും ഒരു ക്രീം ഷെയ്ഡും വരുന്ന ഒരു കളർ യൂസ് ചെയ്തിട്ടാണ് ലീവ്സ് ആയാലും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ല, പക്ഷെ എന്നാലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ ഒരു ആഷ് കളറിലോട്ട് അല്ല ഗ്രേ കളറിലോട്ട് ഈ ഒരു കളർ വന്നപ്പോൾ, പിങ്കിൻ്റെ ഡബിൾ ഷെയ്ഡ് വന്നപ്പോൾ ഇങ്ങനെയാണ് മുന്താണിയിൽ വന്നിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ആ വലിയ ലോട്ടസ് ഫ്ലവർ മാത്രമായിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ സാരി കാണിച്ച പോലെ തന്നെ ഷോൾഡർ പ്ലീറ്റിലാണ് ഒരു വലുത്, ഒരു കുഞ്ഞത്, ഒരു വലുത്, അങ്ങനെ 3 ഡിസൈനാണ് ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതോർത്ത് തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ലെഗിലും കൊടുത്തിട്ടുണ്ട്.
അപ്പം അങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിൻ്റെ അകത്തും ഈ സെയിം കളർ ബ്ലൗസ് പീസാണ് എൻ്റെ ഒരു ചോയ്സ്. ഞാൻ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ ഈ കളർ ബ്ലൗസ് പീസ് തന്നെ ഇടുന്നതാണ് നല്ലത്. അത് അല്ല എന്നുണ്ടെങ്കിൽ പിങ്ക് ഇട്ട്, ഈ ഡാർക്ക് ഷെയ്ഡ് പിങ്ക് ഇട്ടാലും അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് പിങ്ക് ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 2150 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഉടനെ തന്നെ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇത് 2150 റേറ്റ്. അടുത്തത് വന്നിട്ട് ഒരു ചിക്കു ഷെയ്ഡ് സാരിയാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ഒരു വൈൻ കളറില്ലേ, വൈൻ കളർ ത്രെഡ് വെച്ചിട്ടാണ്, അത് ഒത്തിരി ഡാർക്ക് വൈൻ അല്ല, ലൈറ്റ് കളർ ഷെയ്ഡാണ്. അതിൻ്റെ വൈൻ്റെ ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്തും ഡബിൾ ഷാഡോ വർക്ക്, അതുപോലെ തന്നെ സാറ്റിൻ സ്റ്റിച്ചും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ്. ഈ ഇതാണ് ഒരു ഡിസൈൻ, അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് വരച്ചു വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഡിസൈൻ. ഇത് മുന്താണിയിൽ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലും അതുപോലെ തന്നെ ഒരു ഡിസൈൻ. അതിൻ്റെ അകത്ത് ഒത്തിരി ഇല്ല, കുറച്ചായിട്ട് 3 ഫ്ലവർ പാറ്റേൺ ആണ് അതിൻ്റെ അകത്ത് തയ്ച്ചിട്ടുള്ളൂ റണ്ണിങ് പോർഷനിൽ. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റ് ആണ്. ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് കുറച്ച് അധികം തയ്ച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഷോൾഡറിലെ ഫ്രണ്ടിൽ നോക്കുമ്പം നിറച്ചുള്ള രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ നിറച്ചുമുണ്ട്. അതുപോലെ തന്നെ കാലിൻ്റെ അവിടെയും ഒരു 3 ഫ്ലവർ പാറ്റേൺ കാലിൻ്റെ അവിടെയും കൊടുത്തിട്ടുണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിലായിട്ട്. ഇങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിനാണെങ്കിലും ബ്ലൗസ് പീസ് ഞാൻ പറഞ്ഞുതരാം. ഈ വർക്കിൻ്റെ കളറ് വൈൻ കളർ അതായാലും ഇടാം, മറ്റേ ഈ സാരിയുടെ കളറാണെങ്കിലും ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റും 2150 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതൊക്കെ ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനും നല്ല വൃത്തിയായിട്ടാണ് എല്ലാ ഷാഡോ വർക്കും ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് അടുപ്പിച്ച് നല്ല രീതിയിലാണ് ഷാഡോ വർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്തത് വന്നിട്ട് പിങ്ക് കളറാണ്. ഇത് ബേബി പിങ്ക് അല്ല, അതിലും കുറച്ചും കൂടി ഡാർക്ക് ഷെയ്ഡ് പിങ്ക് ആണ്. അതിൻ്റെ അകത്തും ഇത് വാടാമുല്ല കളറിൻ്റെ ലൈറ്റ് ഷെയ്ഡ് ത്രെഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ പിങ്കിൻ്റെ തന്നെ ഒരു ഡാർക്ക് ഷെയ്ഡ് പിങ്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് മുന്താണി വരുന്നത്. ഇതാണ് മുന്താണിയിലുള്ളൊരു ഫ്ലവർ പാറ്റേൺ. ഇങ്ങനെ മുന്താണിയിലൊരു ഫ്ലവർ പാറ്റേൺ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതിൻ്റെ അകത്തും ഷാഡോ വർക്കിൻ്റെ ഒപ്പം തന്നെ ഒരു സാറ്റിൻ സ്റ്റിച്ച് നടുക്ക്, ഫ്ലവറിൻ്റെ നടുക്ക് സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിൽ വരുന്ന ഡിസൈനാണിത്. പിന്നെ വന്നിട്ട് ഫ്രണ്ടിലത്തെ പ്ലീറ്റിൻ്റെ അവിടെ വരുന്നതാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലെ തന്നെ വലിയ 2 ഡിസൈൻ, നടുക്കൊരു കുഞ്ഞ് ഡിസൈൻ. ഇത് എല്ലാ സാരിയിലും പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. മുന്താണിയിൽ ഒരു വലിയതായിരിക്കും, റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞത്, പിന്നെ ഫ്രണ്ടിൽ 2 വലിയതിൻ്റെ നടുക്ക് ഒരു കുഞ്ഞത്. ഇതുപോലെ തന്നെ ഒരു വലിയ ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഉണ്ട്. അപ്പോൾ ഈ സാരിയും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1950 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇത് ഏതാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. അടുത്തത് ഏറ്റവും ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പാരറ്റ് ഗ്രീൻ ആണ്. പാരറ്റ് ഗ്രീൻ്റെ അകത്ത് ഒട്ടും എന്ന് വെച്ചാൽ എംപോസ് ചെയ്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല, അതിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു യെല്ലോ കളർ, ഗ്രീനിൻ്റെ തന്നെ ഒരു ഗ്രീനിഷ് യെല്ലോ എന്ന് പറഞ്ഞ ഒരു ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഷാഡോ വർക്ക് ചെയ്തേക്കുന്നത്. വളരെ കുഞ്ഞൊരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഫ്ലവേഴ്സും ലീവ്സൊക്കെ ആയിട്ടുള്ളൊരു നീളമുണ്ട്, പക്ഷെ ഒത്തിരി വലിയ രീതിയിലുള്ള ഫ്ലവേഴ്സ് അല്ല, ഫ്ലവർ പെറ്റൽസ് എല്ലാം കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പെറ്റൽസ് ആണ്. അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മുന്താണിയുടെ അപ്പുറത്തെ പോർഷനിൽ ഒരു കുഞ്ഞൊരു ഫ്ലവർ പോർഷൻ കൊടുത്തിട്ടുണ്ട്, അപ്പുറത്തെ പോയിന്റിലും മുന്താണിയുടെ അപ്പുറത്തെ സൈഡിൽ. അതുപോലെ തന്നെ ഒരു കുഞ്ഞു ഡിസൈനാണ് റണ്ണിങ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റാണ് വരുന്നത്. ഫ്രണ്ട് ഷോൾഡർ പ്ലീറ്റിൻ്റെ അകത്ത് ഇതുപോലെ ഒരു വലിയ ഡിസൈനും ഒരു 2 വലിയ ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഷോൾഡർ പ്ലീറ്റിൽ. ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും സ്റ്റാൻഡിങ് പൊസിഷനിലും വെച്ചിട്ടുണ്ട്. ഈ ഒരു സാരിയുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല. ബാക്കി എല്ലാ സാരീസിലും അത്യാവശ്യം നല്ലതായിട്ട് എടുത്ത് നിൽക്കും. ഈ ഒരു സാരിയിൽ ഒത്തിരി പ്രൊജക്ഷൻ ഇല്ല.
അപ്പോൾ അത് ഇതാണ് അതിൻ്റെ ഒരു ഇത് എന്ന് വെച്ചാൽ കളർ ഇങ്ങനെ ഒത്തിരി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കില്ലാത്തൊരു ത്രെഡ് വർക്കാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും റെഡി ഫോർ സീലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേറ്റ് 1570 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഈ സാരികളിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് താല്പര്യം എന്ന് വെച്ചാൽ ഉടനെ തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അടുത്ത ദിവസം വേറെ കുറച്ച് ഷീറ്റ്സ് ഓഫ് ഓർഗൻഡി സാരീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം അതുവരെ എല്ലാവരും കാത്തിരിക്കുക. ബൈ.